കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വാലൻസ് ബോണ്ട് തിയറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഈ ഒരു വാലൻസ് ബോണ്ട് തിയറി നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂളിലേക്കുള്ള അപ്ലിക്കേഷൻ അല്ലെങ്കിൽ വാലൻസ് VBT-യുടെ ഹൈഡ്രജൻ മോളിക്യൂളിലേക്കുള്ള അപ്ലിക്കേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഈ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് നടക്കുന്നത് കാരണം എന്താണ് എക്സ്ചേഞ്ച് ഇന്ററാക്ഷൻ ഉള്ള കാരണം നമുക്ക് എന്താണ് അതിന് റെസ്പോണ്ടിങ് ആയിട്ട് Ψ1 മാത്രമല്ല ആ ഒരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ Ψ2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ ടോട്ടൽ ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, Ψ1ന്റെയും Ψ2ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു 7th ഇക്വേഷൻ കിട്ടിയത്, Ψ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ നമ്മുടെ ഈ ഒരു Ψ1 എന്ന് പറഞ്ഞിട്ടുള്ള ആളും Ψ2 എന്ന് പറഞ്ഞിട്ടുള്ള ആളും എന്താണ് സെയിം കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കുന്നത്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ സിമെട്രി ഉള്ള കാരണമാണ്, അതായത് ഒരു സിമെട്രിക് മോളിക്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് Ψ1ന്റെയും Ψ2ന്റെയും ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് സൈലേക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു. ദെൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ C1 ഈക്വൽ ടു C2 ആവാം, അല്ലെങ്കിൽ C1 വിൽ ബി ഈക്വൽ ടു -C2 ആവാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അങ്ങനെ നമുക്ക് എന്താണ് ആ ഒരു C1 ഈക്വൽ ടു C2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Ψ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വേവ് ഫംഗ്ഷൻ കിട്ടും. ആൻഡ് C1 ഈക്വൽ ടു -C2 കൊടുത്തു കഴിഞ്ഞാൽ Ψ മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള വേവ് ഫംഗ്ഷൻ കിട്ടും. ഇതിൽ Ψ പ്ലസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താണ് സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആണ്, ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് ഈ ഒരു C1ന്റെ വാല്യൂ നമുക്ക് രണ്ട് ഇക്വേഷനിലും C1ന്റെ വാല്യൂ കോഎഫിഷ്യന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു. അതിന് വേണ്ടി നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള C1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2 ഇൻറ്റു 1 + s² എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയായിരിക്കും എന്താണ് Ψ പ്ലസിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമലൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി Ψ മൈനസിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമലൈസേഷൻ കണ്ടീഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഇവിടെ ജസ്റ്റ് ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 1 പ്ലസിന് പകരം ഇവിടെ എന്തായിരിക്കും 1 മൈനസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. സെയിം പ്രൊസീജിയർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇത്തരം വേവ് ഫംഗ്ഷൻസ് കിട്ടി, രണ്ട് എന്താണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് വേവ് ഫംഗ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത്, നമുക്ക് വേരിയേഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ മോളിക്യൂളിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് വേരിയേഷൻ തിയറി പ്രകാരമുള്ള എനർജിയുടെ ഇക്വേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഇക്വേഷനിൽ എന്താ പറയുന്നത്, ഈക്വൽ ടു ഇന്റഗ്രൽ Ψ പ്ലസ് ഓർ മൈനസ് സ്റ്റാർ H ക്യാപ് ഇൻറ്റു Ψ പ്ലസ് ഓർ മൈനസ് D2. അതായത് നമുക്ക് രണ്ട് വേവ് ഫംഗ്ഷൻ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ മീനിങ് എന്താ, ഇതിന്റെ അർത്ഥം നമുക്ക് രണ്ട് ടൈപ്പ് വേവ് ഫംഗ്ഷന്റെയും സെപ്പറേറ്റ് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം, ഈ പ്ലസിന്റെയും അതുപോലെ തന്നെ ഈ മൈനസിന്റെയും. അപ്പം ഈ പ്ലസിന്റെ ആണെന്ന് വെച്ചാൽ എന്തായിരുന്നു ഇക്വേഷൻ, ഈ പ്ലസ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ Ψ പ്ലസ് സ്റ്റാർ ഇൻറ്റു H ക്യാപ് ഇൻറ്റു Ψ പ്ലസ് D2. ഓക്കെ, ഇനി ഈ മൈനസിന്റെ ആണെന്നുണ്ടെങ്കിലോ ഇന്റഗ്രൽ Ψ മൈനസ് സ്റ്റാർ H ക്യാപ് ഇൻറ്റു Ψ മൈനസ് D2. ഇതിനെ രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലസ് ഓർ മൈനസ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഇക്വേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്, ഈ പ്ലസും ഈ മൈനസും. അതായത് Ψ പ്ലസിന്റെയും Ψ മൈനസിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഒരു Ψ പ്ലസ് ഓർ മൈനസ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇതിലെ Ψ പ്ലസും Ψ മൈനസും നോക്കി നോക്കിയേ, മേലത്തെ ഈ ഒരു ഇക്വേഷൻ നോക്കുക, ഈ രണ്ട് ഇക്വേഷൻസ് നോക്കുക. അപ്പോൾ Ψ പ്ലസ് ഓർ മൈനസ്, അതായത് Ψ പ്ലസ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനസ് എടുക്കാം. അപ്പൊ Ψ പ്ലസ് ഓർ മൈനസ് എടുക്കുമ്പോൾ എവിടെ ഈ Ψ പ്ലസും മൈനസും തമ്മിലുള്ള വ്യത്യാസം ആകെ കൂടി ഇവിടുത്തെ ഈ ഒരു പ്ലസ് സൈൻ, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്ലസ് സൈൻ ആണ് വ്യത്യാസം വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മ വരാൻ വേണ്ടിയിട്ട് പറയാം, ഇത് നമ്മുടെ എന്തായിരുന്നു, Ψ1 ആയിരുന്നു. ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങളുടെ Ψ1 ആയിരുന്നു, ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങളുടെ Ψ2 ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്താണ്, ഇത് Ψ1 ആണ്, ഇത് നിങ്ങളുടെ Ψ2 ആണ്. നോക്കിയാൽ മതി, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇത്രയും വലിയൊരു ഇക്വേഷൻ നമ്മൾ എടുക്കുന്നില്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താണ് Ψ1 പ്ലസ് Ψ2, അതായത് Ψ പ്ലസ് വിൽ ബി ഈക്വൽ ടു 1/√2 ഇൻറ്റു 1 പ്ലസ് s² ഇൻറ്റു 1 SA ഓഫ് 1 സ്റ്റാർ 1 SA ഓഫ് 1 ഇൻറ്റു 1 SB ഓഫ് 2 പ്ലസ് 1 SA ഓഫ് 2 ഇൻറ്റു 1 SB ഓഫ് 1ന് പകരം നമ്മൾ എന്തെടുക്കും, ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു ബ്രാക്കറ്റിലെ Ψ1 പ്ലസ് Ψ2 ആണ് നിങ്ങളുടെ Ψ പ്ലസ്. ഓക്കെ, ഇനി Ψ മൈനസ് ആണെങ്കിലോ ഇവിടുത്തെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു Ψ1 മൈനസ് Ψ2 ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഈയുടെ ഇക്വേഷനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഈയുടെ ഇക്വേഷന് നിങ്ങൾക്ക് രണ്ട് ഇപ്പൊ ഇവിടെ ഈ ഒരു നോക്കുക, വേവ് ഫംഗ്ഷൻ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ആ നോർമലൈസേഷൻ കോൺസ്റ്റന്റിന്റെ സ്ക്വയർ ആണ് പുറത്തേക്ക് വരുന്നതായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ആയ കാരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടേം നമ്മൾ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. ദെൻ കോൺസ്റ്റന്റിന്റെ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്താണ് ഇന്റഗ്രലിന്റെ ഉള്ളിൽ എന്താണ് Ψ1 പ്ലസ് ഓർ മൈനസ് Ψ2. ഈ ഒരു
സൈ വൺ പ്ലസ് ഓർ മൈനസിനെ നമുക്ക് എന്താണ് സൈ പ്ലസ് ഓർ മൈനസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സൈ പ്ലസ് ഓർ മൈനസ് വിൽ ബി ഈക്വൽ ടു സൈ വൺ പ്ലസ് ഓർ മൈനസ് സൈ ടു. ദാറ്റ് ഇസ് സൈ വൺ പ്ലസ് ഓർ മൈനസ് സൈ ടു ആണ് നിങ്ങളുടെ സൈ പ്ലസ് ഓർ മൈനസ്. അതിന് പകരം സൈ പ്ലസ് ഓർ മൈനസിന് പകരം സൈ വൺ പ്ലസ് ഓർ മൈനസ് സൈ ടു എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി. എച്ച് ക്യാപ്പ് എന്താ? എച്ച് ക്യാപ്പ് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ ആണ്. എച്ച് എ ക്യാപ്പ് പ്ലസ് എച്ച് ബി ക്യാപ്പ് പ്ലസ് എച്ച് ഡാഷ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഇല്ലേ, ഈ ഒരു ഇക്വേഷനെ നിങ്ങൾക്ക് എന്താണ് 1 ഇലക്ട്രോൺ സിസ്റ്റം ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം അതിന്റെ എനർജി ആയിട്ട് കമ്പയർ ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ടേം ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിലെ ഈ ഒരു ഇക്വേഷനിലെ സൈ വൺ ഇന്റഗ്രൽ എടുക്കുക. ഇന്റഗ്രൽ സൈ വൺ ഇൻറ്റു എച്ച് ക്യാപ്പ്, ഞാനിപ്പോൾ അണ്ടർലൈൻ ചെയ്യാം. ഇത് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. സൈ വൺ സ്റ്റാർ ഇൻറ്റു എച്ച് ക്യാപ്പ് ഇൻറ്റു സൈ വൺ ഡി ടു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് എ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അതിന് നമ്മൾ എന്താണ് അടിയിൽ ഇ എ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടേം എടുക്കുക. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളിനെ കിട്ടാൻ വേണ്ടിയിട്ട് സൈ ടു സ്റ്റാർ ഇൻറ്റു എച്ച് ക്യാപ്പ് ഓഫ് ബി ഇൻറ്റു സൈ ടു വിൽ ബി ഈക്വൽ ടു എന്താണ് ഇന്റഗ്രേഷൻ ആണ്, വിൽ ബി ഈക്വൽ ടു ഇ ബി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എച്ച്, ഈ ഒരു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, ഈ ഒരു ഓപ്പറേറ്റർ ആണ് നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാനുള്ളത്. അതിൽ രണ്ടും പോസിബിൾ ആണ്. ദെൻ സൈ വൺ പ്ലസ് ഓർ മൈനസ് സൈ ടു സ്റ്റാർ എച്ച് ഡാഷ് ക്യാപ്പ് ഇൻറ്റു സൈ വൺ പ്ലസ് ഓർ മൈനസ് സൈ ടു ഡി ടു എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആണ് ഫൈനലി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സിംഗിൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജിയുടെ ടേംസ് ഇതിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു അറേഞ്ച്മെന്റ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ദെൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി ചെയ്യുമ്പോൾ എന്താണ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. 1/2 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഇ എ പ്ലസ് ഇ ബി പ്ലസ് ഇന്റഗ്രൽ സൈ പ്ലസ് ഓർ മൈനസ് സ്റ്റാർ എച്ച് ക്യാപ് എച്ച് ഡാഷ് ക്യാപ് ഇൻറ്റു സൈ പ്ലസ് ഓർ മൈനസ് ഡി ടു എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ഇതിനെ എന്താണ് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇക്വേഷൻ എഴുതുക. ദെൻ ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് ഇ വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് എസ് സ്ക്വയർ. ഈ ഇ എ പ്ലസ് ഇ ബി എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എഴുതാം. ഇ എ പ്ലസ് ഇ ബി പ്ലസ് ഇന്റഗ്രൽ സൈ പ്ലസ് ഓർ മൈനസ് സ്റ്റാർ എച്ച് ക്യാപ് എച്ച് ഡാഷ് ക്യാപ് ഇൻറ്റു സൈ പ്ലസ് ഓർ മൈനസ് ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് 2 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് എസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദെൻ ഇതിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ 1/2 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഇ എ എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ ഇ എച്ച് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇൻഡിവിജ്വൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇ എച്ച് വിൽ ബി ഈക്വൽ ടു EH is equal to 1/2 into 1 plus or minus S square into EA into EA. Okay, ഇതാണ് നിങ്ങളുടെ എന്താണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി, which will be equal to EB divided by 2 into 1 plus or minus S square. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ ഒരു ഇ എ ഡിവൈഡഡ് ബൈ 2 1 പ്ലസ് ഓർ മൈനസ് എസ് സ്ക്വയറിനും ഇ ബി ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയറിനും നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഇ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കൊടുക്കുകയാണ്. ദെൻ എനർജി ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊടുക്കുമ്പോൾ ഈ രണ്ട് ടേം ആദ്യത്തെ രണ്ട് ടേം എന്തായിട്ട് മാറും? ഈ ഒരു 2 ഇ എച്ച് ആയിട്ട് മാറും. ദെൻ പ്ലസ് ബാക്കിയുള്ള ടേം ഇന്റഗ്രൽ സൈ പ്ലസ് ഓർ മൈനസ് സ്റ്റാർ എച്ച് ഡാഷ് ക്യാപ് ഇൻറ്റു സൈ പ്ലസ് ഓർ മൈനസ് ഡി ടോ ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ കോൺസ്റ്റന്റ് എഴുതാം, ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. എന്താണ് കോൺസ്റ്റന്റ്? 2 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് എസ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള എനർജി കണ്ടുപിടിക്കുക. ഇ പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇ പ്ലസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൈ പ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിൽ സൈ പ്ലസ് ഓർ മൈനസ് സ്റ്റാർ അതിൽ സൈ പ്ലസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ഒക്കെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയും എന്ത് വരും? 2 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് എസ് സ്ക്വയർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ്? ഈ ഒരു സൈ സ്റ്റാർ സൈ പ്ലസ് സ്റ്റാർ അത് സൈ പ്ലസും നമുക്ക്
കൊടുക്കണം. കോൺസ്റ്റന്റ് ഓൾറെഡി നമ്മൾ മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഒരു സൈ പ്ലസിൽ നമുക്ക് കൊടുക്കേണ്ടത് എന്താ, ഇവിടെ നമ്മൾ എന്തായിരുന്നു സൈ പ്ലസ് എന്ന് പറയുന്നത് സൈ 1 പ്ലസ് സൈ 2 ആയിരുന്നു ഈ ഒരു ടേമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ പ്ലസ് വിൽ ബി ഈക്വൽ ടു 2EH plus 1 by 2 into 1 plus or minus s square into psi 1 plus psi 2. ഇതാണ് നിങ്ങളുടെ psi പ്ലസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് psi 1 plus psi 2, പിന്നീട് എന്താണ് h ഡാഷ് ക്യാപ്പ് ആണ് വരുന്നത് അല്ലെ. നെക്സ്റ്റ് h ഡാഷ് ക്യാപ്പ് ഇൻറ്റു h ഡാഷ് ക്യാപ്പ് ഇൻറ്റു psi 1 plus psi 2. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഇനി psi 1ന്റെയും psi 2ന്റെയും നമ്മൾ എന്താണ് കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക. psi 1 എന്ന് പറയുന്നത് നോക്കുക, psi 1 എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷൻ 1 SA of 1 into 1 SB of 2 ആയിരുന്നു. psi 2 എന്ന് പറയുന്നത് 1 SA of 2 into 1 SB of 1 ആയിരുന്നു. അപ്പൊ അത് രണ്ടും ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇക്വേഷൻ അതാ, ഈ ഇക്വേഷനിൽ നമ്മൾ എന്താണ് psi 1 plus psi 2 h ഡാഷ് ക്യാപ്പ് ഇൻറ്റു psi 1 plus psi 2, ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻറ്റു ഡീറ്റോ 1 plus ഡീറ്റോ 2 കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താണ് രണ്ട് വോളിയം എലമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ഇതിന് എന്താണ് എക്സ്പാൻഡ് ചെയ്യുക, ഈ ഒരു ടേം ഇൻറ്റു ഈ ഒരു എച്ച് ക്യാപ്പ് ഇൻറ്റു ഈ ഒരു ടേം ചെയ്യുക. നെക്സ്റ്റ് ഇതേ ഇൻറ്റു എച്ച് ക്യാപ്പ് ഇൻറ്റു ഈ ഒരു ടേം, നെക്സ്റ്റ് പ്ലസ് ഇതേ ഇൻറ്റു എച്ച് ക്യാപ്പ് ഇൻറ്റു ഈ ഒരു ടേം, ദെൻ ഈ ഒരു ടേം ഇൻറ്റു എച്ച് ക്യാപ്പ് ഇൻറ്റു ഈ ഒരു ടേം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സ്പാൻഷൻ കിട്ടുന്നുണ്ടായിരിക്കുക നെക്സ്റ്റ് സ്റ്റെപ്പിൽ. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് വരുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അതായത് ആദ്യത്തെ ഈ രണ്ട് ടേം ഇല്ലേ, ഈ രണ്ട് ടേം മാത്രം എടുക്കുക, ഇത് രണ്ട് തവണയായിട്ട് എഴുതുക. അതായത് 2 ഇൻറ്റു ഈ ഒരു ടേമും പ്ലസ് 2 ഇൻറ്റു ഈ ഒരു ടേമും, ഇങ്ങനെയായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന ക്വാണ്ടിറ്റിക്ക് മാത്രം ഇവിടെ വ്യത്യാസമുള്ളൂ. ഇനി ഇവിടെ ഞാനൊരു വയലറ്റ് കളറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളിനെ ഞാൻ പറയാണ്, ഇത്രയും ഭാഗം ഈ ഒരു പോർഷനെ ഞാൻ ക്യാപിറ്റൽ Q കൊണ്ട് റെപ്രസെന്റ് ചെയ്യാണ്. ദെൻ ഈ ഒരു പോർഷനെ ഞാൻ എന്താണ് ക്യാപിറ്റൽ A കൊണ്ട് റെപ്രസെന്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇ പ്ലസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇ പ്ലസ് വിൽ ബി ഈക്വൽ ടു, ഇപ്പൊ ഇതിലത്തെ ഈ ഒരു 2ഉം രണ്ട് ടേംസിൽ എന്താണ് 2 ഉണ്ട്, അത് ആ ഒരു ടേം ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം, ഇ പ്ലസ് വിൽ ബി ഈക്വൽ ടു 2EH പ്ലസ് 1/1 പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു, ഇതിനെ ഞാൻ Q എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു എൻറ്റയർ ക്വാണ്ടിറ്റി ഇത്രയും ടേം നമ്മൾ Q ആണ്. ദെൻ ഈ ഒരു ഗ്രീൻ കൊണ്ട് എഴുതിയിട്ടുള്ളത് എന്താണ് നമ്മുടെ A ആണ്, ആ ഒരു ഇന്റഗ്രലിന്റെ ടേം ആണ് ഞാൻ പറഞ്ഞത്. ദെൻ Q പ്ലസ് A ഡിവൈഡ് ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ആണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഇ പ്ലസ് എന്ന് പറയുന്നത്. ഇതാണ് ഇ പ്ലസിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇ മൈനസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, ജസ്റ്റ് മുകളിലും താഴെയും പ്ലസിന്റെ സൈനിന് പകരം എന്താണ് മൈനസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഡെറിവേഷൻ പറയണ്ട. സിമിലർലി വി വിൽ ഗെറ്റ് എന്താണ് എനർജി ഫോർ സെക്കൻഡ് വേവ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ, ഇ മൈനസ് വിൽ ബി ഈക്വൽ ടു 2EH പ്ലസ് Q മൈനസ് A ഡിവൈഡ് ബൈ 1 മൈനസ് എസ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. ക്യൂവും എയും എന്താണെന്നുള്ളത് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു എനർജീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇ പ്ലസിന്റെ എനർജിയാണ് ഈ അടിയിൽ വരച്ചിട്ടുള്ള ഈ ഒരു കർവ്. എന്നാൽ ഇ മൈനസിന്റെ കർവ് എന്ന് പറയുന്നത് ഇതാ ഈ കർവാണ് ഇ മൈനസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. ഇ പ്ലസ് റെപ്രസെന്റ് ചെയ്യുന്നത് സിമെട്രിക് ഫംഗ്ഷൻ ആയിട്ടുള്ള സൈ പ്ലസിന്റെ എനർജിയാണ്. ഇ മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആയിട്ടുള്ള സൈ മൈനസിന്റെ എനർജിയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്, സൈ പ്ലസിനാണ് സൈ മൈനസിനേക്കാളും എനർജി കുറവ്. അതുകൊണ്ട് തന്നെ അവരാണ് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്ററാക്ഷൻ നമുക്ക് തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സൈ പ്ലസിനെ നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റ്ലർ ലണ്ടൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വേവ് ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ സ്റ്റേബിൾ മോളിക്യൂളിന്റെ ഫോർമേഷൻ ആണ് ഈ ഒരു വേവ് ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, ഇ പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ സൈ പ്ലസിന്റെ എനർജിയാണ്, ഇ മൈനസ് എന്ന് പറയുന്നത് സൈ മൈനസിന്റെ എനർജിയാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി നമ്മളത് ആ ഒരു പ്ലോട്ട് ചെയ്തപ്പോൾ രണ്ടുപേരുടെ എനർജി പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വിചാരിച്ചാൽ സൈ പ്ലസിനാണ് സൈ മൈനസിനേക്കാളും എനർജി കുറവ്. അതുകൊണ്ട് തന്നെ സൈ പ്ലസ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ലണ്ടൻ ആൻഡ് ഹീറ്റ്ലർ പറഞ്ഞത് ഇത്രയാണ്, ഈ ഒരു മിനിമം എനർജി ഓഫ് സൈ പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂളിന്റെ ഫോർമേഷൻ ഉണ്ടായി എന്ന കാര്യമാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണേന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഷെയറിംഗ് ആയിരുന്നു. അതായത് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണും മറ്റേ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണും നമ്മൾ എന്താണ് ഷെയർ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് രണ്ട് ഇലക്ട്രോണും രണ്ട് ആറ്റത്തിലായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് SA1SAയിലും 1SBയിലും ആയിരുന്നു രണ്ട് ഇലക്ട്രോൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ വേവ് ഫംഗ്ഷൻസ്.
ഇനി അയോണിക് ക്യാരക്ടറും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ് നമ്മൾ. അയോണിക് ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒരു ആറ്റത്തിൽ തന്നെ 2 ഇലക്ട്രോൺസും ഒക്യുപ്പൈ ചെയ്യാം. ഓക്കെ, അതായത് ആദ്യത്തെ ഇലക്ട്രോണും രണ്ടാമത്തെ ഇലക്ട്രോണും നമ്മൾ ഏതിൽ തന്നെ ഒക്യുപ്പൈ ചെയ്യുക, എസ്സേൽ ഒക്യുപ്പൈ ചെയ്യുക. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ഇങ്ങനെയല്ല. അതായത് നമുക്കിപ്പോ അയോണിക് സ്റ്റേറ്റ് ആണ്, അതായത് എച്ചിന്റെ കയ്യിലാണ് 2 ഇലക്ട്രോൺസ്. ദെൻ സോറി, എയും ബിയും അല്ല നമ്മൾ എടുത്തിട്ടുള്ള മോളിക്യൂള്. ഓക്കെ, എയും ബിയും ആണ് നമ്മൾ എടുത്തിട്ടുള്ള മോളിക്യൂൾ. എക്ക് ഞാൻ 2 ഇലക്ട്രോൺസും പ്രൊവൈഡ് ചെയ്യാണ്, ബിക്ക് ഞാൻ ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ എയുടെ കയ്യിൽ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിലേക്ക് വീണ്ടും രണ്ടാമത്തെ ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ എക്ക് കിട്ടുന്ന ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. എന്നാൽ ബിയുടെ കയ്യിൽ എന്താണ്, ഒരു ഇലക്ട്രോണിന്റെ സ്ഥാനത്ത് ഒറ്റ ഇലക്ട്രോൺ ഇല്ല, അപ്പോൾ അയാൾക്ക് എന്താണ് ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു അയോണിക് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും, അതായത് ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ 1 SA ഓഫ് 1 ഇൻറ്റു 1 SA ഓഫ് 1 അങ്ങനെയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, എയുടെ കയ്യിൽ ഒറ്റ ഇലക്ട്രോണും ഇല്ല, ബിയുടെ കയ്യിൽ എന്താണ് 2 ഇലക്ട്രോൺ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദെൻ 1 SB, അപ്പൊ നമുക്ക് ഈ ഒരു ആനയോൺ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ 1 SB ഓഫ് 1, ഇവിടെ 1 SB ഓഫ് 2 ട്ടാ, 1 SB ഓഫ് 1 ഇൻറ്റു 1 SB ഓഫ് 2, അതായത് 2 ഇലക്ട്രോൺ ആരുടെയാണ്, ബി എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ മേലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ ഒരു 2 അയോണിക് ഇന്ററാക്ഷൻസും കൂടി നമുക്ക് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എന്താണ് വേവ് ഫംഗ്ഷൻ, കംപ്ലീറ്റ് മോളിക്കുലാർ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, എന്താണ് കംപ്ലീറ്റ് മോളിക്കുലാർ വേവ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയായിരുന്നു, ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ പോസിബിലിറ്റീസ്. അപ്പൊ അതായത് ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതിൽ ആദ്യത്തെ ടേമിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺ എക്ക് കൊടുത്തു, രണ്ടാമത്തെ ഇലക്ട്രോൺ ബിക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എക്സ്ചേഞ്ച് എനർജിയുടെ ടേം ആണ് ഇങ്ങനെ വരാനുള്ള കാരണം. അതായത് നമുക്ക് എന്താണ്, ഇലക്ട്രോൺസിനെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് എയുടെ കയ്യിൽ രണ്ടാമത്തെ ഇലക്ട്രോണിനാവാം, അതുപോലെ തന്നെ ബിക്ക് ഫസ്റ്റ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് അയോണിക് ഇന്ററാക്ഷൻസ് ആയിരുന്നു. അതിൽ എയുടെ മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റത്തിന് നമ്മൾ എന്താണ് 2 ഇലക്ട്രോൺസും കൊടുത്തു. ദെൻ 1 SA ഓഫ് 1 ഇൻറ്റു 1 SA ഓഫ് 2 കിട്ടി. ഇവിടെയാണെങ്കിലോ ഇവിടെ C4 ആണ് കേട്ടോ, ഇവിടെ C3 അല്ല C4 ആണ്. ഇവിടെ 1 SB ഓഫ് 2 ഇൻറ്റു 1 SB ഓഫ് 1, അല്ലെങ്കിൽ നേരെ തിരിച്ച് 1 SB ഓഫ് 1 ഇൻറ്റു 1 SB ഓഫ് 2, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വാലൻസ് ബോണ്ട് തിയറിയുടെ ഹൈഡ്രജൻ മോളിക്യൂളിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ എന്താണ്, ഏറ്റവും ആദ്യം തുടങ്ങുമ്പോൾ രണ്ടുപേരും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലായിരുന്നു 2 ആറ്റവും. ആ ടൈമിൽ ഇലക്ട്രോൺസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നു. ആ ഒരു ടൈമിലാണ് നമ്മൾ ഇങ്ങനെ Ψ1 എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടിയത്. ദെൻ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കിട്ടി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണ്, ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും 2 ഇലക്ട്രോൺസിനെയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏറ്റവും ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിന്റെ സറൗണ്ട് ചെയ്തിട്ട് എന്താണ് അതിന്റെ ന്യൂക്ലിയസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ബോണ്ട് ഫോർമേഷൻ നടന്ന സമയത്ത് ഈ 2 ഇലക്ട്രോൺസിനും 2 ന്യൂക്ലിയസും ഈക്വലി ആക്സസബിൾ ആയ കാരണം നമുക്ക് ഒരിക്കലും രണ്ടാമത്തെ ഇലക്ട്രോൺ ആണോ ഒന്നാമത്തെ ഇലക്ട്രോൺ ആണോ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അതോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് രണ്ടാമതൊരു വേവ് ഫംഗ്ഷനും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ നമുക്ക് എന്താണ് 2 സെപ്പറേറ്റ് വേവ് ഫംഗ്ഷൻ ഒരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ വേവ് ഫംഗ്ഷനെ ഇപ്പൊ കിട്ടിയിട്ടുള്ള 2 വേവ് ഫംഗ്ഷന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അത് പ്രകാരം നമ്മുടെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് Ψ വെച്ചിട്ടായിരുന്നു റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ Ψ വിൽ ബി ഈക്വൽ ടു C1 Ψ1 പ്ലസ് C2 Ψ2 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് എന്താണ്, നമുക്ക് എന്താണ് C1ന്റെയും C2ന്റെയും വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ സിമെട്രി ആണ്. സിമെട്രി ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ അതൊരു സിമെട്രിക് മോളിക്യൂൾ ആയ കാരണം C1 വിൽ ബി ഈക്വൽ ടു C1 വിൽ ബി ഈക്വൽ ടു C2 ഓർ C1 വിൽ ബി ഈക്വൽ ടു -C2. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു സിമെട്രിക് വേവ് ഫംഗ്ഷനും അസിമെട്രിക് ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷനും കിട്ടി. ആ 2 വേവ് ഫംഗ്ഷന്റെയും ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ എന്താണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള 2 ഇക്വേഷനിലും നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള C1 കണ്ടുപിടിക്കണം. അപ്പൊ Ψ പ്ലസ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തത്. അതിലേക്ക് നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ C1ന്റെ വാല്യൂ എത്ര കിട്ടി, 1/√2 × 1 + S² എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Ψ മൈനസ് ഇത്രയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻ കൂടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ എനർജിയുടെ കാൽക്കുലേഷൻ വേരിയേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്താണ് ഫൈനലി ഇങ്ങനെയായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കുക. ആ ഇക്വേഷൻ പ്രകാരം എന്താണ് Ψ പ്ലസിന്റെ എനർജിയാണ് Ψ മൈനസിനേക്കാളും കുറവ്. അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്കുലർ ഫോർമേഷനെ
സൂചിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സൈക്ലസിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ഹിറ്റ്ലർ ലണ്ടൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇത്രയും നേരം നമ്മൾ കോവാലന്റ് ഇന്ററാക്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ടു ആറ്റം, ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്തായിരുന്നു, അതിലേക്കുള്ള ആ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യാനുള്ള അയോണിക് ബോണ്ടിന്റെ ചാൻസസ് അല്ലെങ്കിൽ ആ ഒരു അയോണിക് ഇന്ററാക്ഷൻ കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഒരു രണ്ട് ടേമും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു പുതിയ രണ്ട് ടേമും കൂടി വന്ന കാരണം നമുക്ക് എന്താണ്, നമ്മുടെ ടോട്ടൽ വേവ് ഫംഗ്ഷനെ 4 വേവ് ഫംഗ്ഷൻസിന്റെ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന, കോവാലന്റ് ഇന്ററാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് വേവ് ഫംഗ്ഷന്റെയും അയോണിക് ഇന്ററാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് വേവ് ഫംഗ്ഷന്റെയും ടോട്ടൽ 4 വേവ് ഫംഗ്ഷന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ ടോട്ടൽ വേവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ നമുക്ക് എന്താണ് ഫൈനലി കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് EBT ട്രീറ്റ്മെന്റ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്.